ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ടീച്ചറുടെ പരിചയം ഉണ്ടല്ലോ അല്ലെ? വിഷ്ണുമായ എന്നാണ് ടീച്ചറുടെ പേര്. അപ്പൊ ഇന്ന് USSന്റെ അല്ലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു തരാനാണ് ടീച്ചർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും സൈലത്തിന്റെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തോ? നമ്മളുടെ USSന്റെ ബാച്ചിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തോ? അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? മലയാളമൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അപ്പൊ ഇനിയും ആരെങ്കിലും ഒക്കെ നമ്മൾ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അല്ലെ, എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് ഇനി പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്ക് പരീക്ഷയിലേക്ക്. ഓക്കെ, അപ്പൊ USS മലയാളം എന്ന് പറയുന്നത് കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? മലയാളം ഫസ്റ്റും സെക്കൻഡും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല എന്ന് അല്ലെ? ടെക്സ്റ്റ് മാറിയാലൊന്നും നമ്മളെ ബാധിക്കാനൊന്നും പോകുന്നില്ല. കാരണം എന്താണ്? അല്ല, അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും അല്ലെ? നിങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ട് ടീച്ചർ ഉണ്ടാവും, ശ്രുതി മിസ് ഉണ്ടാവും അല്ലെ? മലയാളം നമ്മൾ അങ്ങ് തകർക്കും, നമ്മൾ അങ്ങ് സെറ്റ് ആക്കും. ഓക്കെ, അപ്പൊ എല്ലാ വർഷവും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്ന ചില ചോദ്യങ്ങളാണ്. ആത്മകഥ ഉണ്ടാവും, തൂലികാ നാമം ഉണ്ടാവും, ജീവചരിത്രക്കുറിപ്പ്, ആത്മകഥകള്, സഞ്ചാര സാഹിത്യം, ഏതെങ്കിലുമൊക്കെ കൃതികൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരു ചോദിക്കട്ടെ അല്ലെ, ഏത് വേണേ ചോദിച്ചോട്ടെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതുന്നതിന് എന്താ കുഴപ്പമില്ലേ? അപ്പൊ നമ്മൾ ആത്മകഥയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് ആത്മകഥകളാണ് ടീച്ചർ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാനിപ്പോ എന്റെ ജീവിതാനുഭവം അല്ലെ, ഇപ്പൊ ടീച്ചർ ഇപ്പൊ എന്ത് ചെയ്യാണ്? ടീച്ചറുടെ ജീവിത അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു? വിവരിച്ച് എഴുതുന്ന കൃതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആത്മകഥ എന്ന് പറയാ കേട്ടോ. ഒരു വ്യക്തി അയാളുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിച്ചെഴുതുന്നതിനെയാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ആത്മകഥകൾ നമുക്ക് നോക്കാം അല്ലെ. എന്റെ നാട് കടത്തൽ എന്ന് പറയുന്ന ആത്മകഥ 1911 ആരുടെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ് കേട്ടോ. പിന്നെ ഏതാണ്? മരണമണ്ഡലം സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ള അല്ലെ? മലയാളത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ. അപ്പൊ എന്താണ്? ജീവിത സ്മരണകള് EV കൃഷ്ണപിള്ള. ആത്മകഥ എന്നുള്ള പേരിൽ തന്നെ എഴുതിയിരിക്കുന്നത് KM പണിക്കരാണ്. C കേശവൻ എഴുതിയ ആത്മകഥയാണ് ജീവിത സമരം. KP കേശവമേനോന്റേത് കഴിഞ്ഞ കാലം എന്ന് പറയുന്ന ആത്മകഥയാണ്. മന്നത്ത് പത്മനാഭൻ എഴുതിയിരിക്കുന്നത് എന്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്ന ആത്മകഥയാണ് കേട്ടോ. കേശവദേവിന്റെ എതിർപ്പ് എന്ന് പറയുന്ന ഒരു കൃതി കൂടെ ഉണ്ട്. ജോസഫ് മുണ്ടശ്ശേരി എഴുതിയത് കൊഴിഞ്ഞ ഇലകളാണ്. തോപ്പിൽ ബാസി ഒളിവിലെ ഓർമ്മകൾ. AP ഉദയഭാനു അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന് പറയുന്ന ഏതാണ്? ആത്മകഥയാണ്. VT ഭട്ടതിരിപ്പാട് കിനാവും കണ്ണീരും എന്ന് പറയുന്ന ആത്മകഥ. ചങ്ങമ്പുഴ തുടിക്കുന്ന താളുകൾ കേട്ടോ, മാധവിക്കുട്ടിയുടേത് എന്റെ കഥ എന്ന് പറയുന്ന ആത്മകഥയാണ്. തിക്കോടിയൻ അരങ്ങ് കാണാത്ത നടൻ. P കുഞ്ഞിരാമൻ നായർ എന്നെ തിരയുന്ന ഞാൻ അല്ലെ. പിന്നെ ഏതാണ്? ചെറുകാടിന്റെ ജീവിതപാത. G ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മയുടെ താളങ്ങളിൽ. കലാമണ്ഡലം ഹൈദരാലിയുടെ മഞ്ജുതരം അല്ലെ. പിന്നെ കിനാവും കണ്ണീരും VT ഭട്ടതിരിപ്പാടൻ. സോറി, കണ്ണീരും കിനാവും കണ്ണീരല്ല കേട്ടോ, കണ്ണീരും കിനാവുമാണ്. കിനാവും കണ്ണീരുന്നാണോ ടീച്ചർ പറഞ്ഞത്? കണ്ണീരും കിനാവും ആണ് കേട്ടോ. പിന്നെ ഇനി ജീവചരിത്രമാണ്. ആത്മകഥ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. ഒരു വ്യക്തി അയാളുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ പറയുന്നതാണ് ആത്മകഥയെങ്കിൽ ജീവചരിത്രം എങ്ങനെയാണ്? ഒരാളുടെ, ഇപ്പൊ ടീച്ചർ വേറൊരാളുടെ, നിങ്ങളിൽ ഒരാളെ കുറിച്ച് ഇപ്പൊ ടീച്ചർ ഇപ്പൊ ആരെ കുറിച്ച് എഴുതുകയാണ്? മഹാത്മാഗാന്ധിയെ കുറിച്ച് എഴുതുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ കുമാരനാശാനെ കുറിച്ച് ഇപ്പൊ ടീച്ചർ എഴുതുകയാണ് അല്ലെ. ഇപ്പൊ നിങ്ങളിപ്പോ വേറൊരാളെ കുറിച്ച് എഴുതുകയാണ്. അതിനെയാണ് നമ്മൾ ജീവചരിത്രം എന്ന് പറയാം അല്ലെ. ഒരാളുടെ ജീവിതകാലത്തെ പുസ്തക രൂപത്തിലോ ഉപന്യാസ രൂപത്തിലോ എഴുതി പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ത്? ജീവചരിത്രം എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് ജീവചരിത്ര ഭാഗങ്ങളുണ്ട് കേട്ടോ. പൂർണ്ണ ജീവചരിത്രങ്ങളുണ്ട്, സ്മരണകൾ, അവരെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, തർജ്ജമകളുണ്ട് അല്ലെ. അവരുടെ കാലത്തെയും ജീവിതത്തെയും കുറിച്ച് പറയുന്നത് തൂലികാ ചിത്രമായിരിക്കാം, സ്മരണ ഓർമ്മ ഗ്രന്ഥങ്ങളായിരിക്കാം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജീവചരിത്രങ്ങൾ. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ എവിടെയുണ്ട്? ജീവചരിത്രത്തിലുണ്ട് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ മഹത് ചരിത സംഗ്രഹമാണ്. അത് വിവർത്തനമാണ്. ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം പുറത്തു വന്നത് ഏത് രാജാവിന്റെ കാലത്താണെന്നറിയോ? വിശാഖം തിരുനാൾ രാജാവിന്റെ കാലത്താണ്. കേരളത്തിലെ ആദ്യകാല ജീവചരിത്രങ്ങളിൽ ഒന്നായ ശ്രീ വിക്ടോറിയ ചരിത സംഗ്രഹം എന്ന സംസ്കൃത കാവ്യത്തിന്റെ കർത്താവ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. വിശാഖ വിജയം എന്ന ജീവചരിത്ര കാവ്യത്തിന്റെ കർത്താവ് ആരാന്നറിയുമോ? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ആധുനിക രീതിയിലുള്ള മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്രം മഹച്ചരിത സംഗ്രഹം തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി മലയാളത്തിൽ വന്ന ആദ്യ പുസ്തകം അല്ലെ എന്ന സവിശേഷ അല്ലെ ശ്രദ്ധയാർജിച്ച പുസ്തകം ഏതാണ്? ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടവരിൽ ഒരാൾ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. അദ്ദേഹത്തെ കുറിച്ചാണ് ഒരുപാട് അധികം ജീവചരിത്രങ്ങൾ, അത് ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് അവതാരണ
അവതാരിക എഴുതിയത് ഇ വി കൃഷ്ണപിള്ളയാണ്. ഏറ്റവും അധികം ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിനെ ആസ്പദമാക്കിയാണ്. സാഹിത്യകാരന്മാരിൽ ഏറ്റവും അധികം ജീവചരിത്രങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് സാഹിത്യകാരന്മാരിൽ വന്നിട്ടുള്ളത് ആരെ കുറിച്ചാണ്? കുമാരനാശാനെ കുറിച്ചാണ് കേട്ടോ. ഓർമ്മക്കുറിപ്പായിട്ടും ജീവചരിത്രമായിട്ടും സ്മൃതികൾ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്, സാഹിത്യത്തിൽ വന്നിട്ടുള്ളത് കുമാരനാശാനെ കുറിച്ചാണ് എന്ന് മക്കള് ഓർക്കണം. ഓക്കെ, ഇനി ശൈലികളാണ് അല്ലെ. നമ്മൾ ഒരുപാട് ശൈലികൾ ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ ശൈലികളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചും കാണാറുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അപ്പൊ എന്താണ് ശൈലികൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? വാച്യാർത്ഥത്തോട്, അതായത് വാച്യ അല്ലെ വാക്കുകൾ തമ്മിലുള്ള കൊണ്ടുണ്ടാവുന്ന അർത്ഥത്തോട് പ്രത്യക്ഷമായിട്ട് വലിയൊരു ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ വിശേഷാർത്ഥം സൂചിപ്പിക്കുന്ന പദച്ചേർച്ചകളെയാണ് എന്ത് ചെയ്യുന്നത്? ശൈലി എന്ന് പറയുന്നത്. രണ്ട് പദങ്ങൾ കൂടിച്ചേരുമ്പോൾ ഓരോ പദത്തിനും അർത്ഥം ഉണ്ടാകുമ്പോഴും കൂടിച്ചേർന്ന് സമസ്ത പദമായി എന്ത് ചെയ്യുന്നു? ശൈലിയുടെ അർത്ഥം മറ്റൊന്നായി മാറും അല്ലെ. മറ്റൊരു അർത്ഥം അതിനുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവും. അപ്പൊ ഓരോ ഭാഷയ്ക്കും എന്താണ്? എല്ലാ ഭാഷകളിലും അതിൻ്റെതായിട്ടുള്ള ശൈലികളും പ്രയോഗങ്ങളും ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ശൈലി എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ സമ്പത്താണ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ നോക്കൂ, നമ്മൾ പറയില്ലേ അടിതൊട്ട് മുടിവരെ എനിക്ക് വേദനയാണ് അല്ലെ. നമ്മൾ പറയില്ലേ അടിതൊട്ട് മുടിവരെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ദേഹാസകലം അല്ലെ, ദേഹം മുഴുവൻ വേദനിക്കുന്നു എന്നാണ്. അടിയറവ് പറയിക്കുക എന്ന് പറയും അല്ലെ. ഞാൻ അവനെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കുന്നൊക്കെ പറയും. എന്താണ് അതിന്റെ അർത്ഥം? പരാജയം സമ്മതിക്കുക അല്ലെ, തോൽവി സമ്മതിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അലകും പിടിയും മാറുക കഴിഞ്ഞാൽ മുഴുവൻ മാറണം. അലകും പിടി എന്നൊക്കെ പറഞ്ഞാൽ മുഴുവൻ മാറുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സകലതും മാറ്റുക എന്നുള്ള അർത്ഥം. അഴകി രാവണനാകുക എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളൊക്കെ അടിഞ്ഞ് അല്ലെ കുറച്ച് മൊഞ്ചനാവുക, സൗന്ദര്യം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ആറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്തവനായിരുന്നൊക്കെ നമ്മൾ പറയില്ലേ, നിർദ്ധനായിരിക്കുക അല്ലെ, പിശുക്കൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുക. എനിക്ക് വലിയ താല്പര്യമൊന്നും എന്ത് ആർക്കോ വേണ്ടി ഓർക്കാനിക്കുകയാണ്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, വേറെ ആർക്കോ വേണ്ടി ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഒരു ആത്മാർത്ഥതയില്ലാതെ നമ്മൾ ചെയ്യില്ലേ, അപ്പോഴാണ് അങ്ങനെ പറയാം. ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കുക. ഇപ്പൊ ചിലരുടെ പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് കാണില്ലേ, ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പിടിച്ചിട്ട് ചോദിക്കും. പരീക്ഷ ഹാളിലൊക്കെ പോകുമ്പോ എത്രയാന്നൊക്കെ ചോദിക്കും. അപ്പൊ ടീച്ചറെ ഇയാളെ കാണാതിരിക്കുന്നുള്ളൂ, ടീച്ചർക്ക് ഇയാളെ കാണാലോ അല്ലെ. അപ്പൊ തൽക്കാലം ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കുകയാണ് അല്ലെ. ഇരുട്ടില് നമ്മൾ ഓട്ട കാണില്ലല്ലോ, ഇരുള് കൊണ്ട് അത് ഓട്ടയടിക്കുക. പക്ഷെ വെളിച്ചം വരുമ്പോ എന്ത് ചെയ്യുന്നു? വെളിച്ചമായി മാറില്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ഊഴിയം നടത്താൻ വെച്ചാൽ പേരിന് വല്ലതും ചെയ്യാം. ഏട് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തം മടിയാക്കുക, കാരണം അറിയാം ഒഴിഞ്ഞു മാറുക. കണക്ക് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊല്ലുക, പകരം വീട്ടുക എന്നൊക്കെയാണ് അർത്ഥം. കണ്ണിൽ മണ്ണിട് ചതിക്കുക എന്നാണ്. കച്ച കെട്ടുക, തുനിയുക. കലാശിക്കുക, അവസാനിക്കുക. കാപ്പ് കെട്ടുക, ഒരുങ്ങുക. കുളം കോരുക, നശിപ്പിക്കുക. കുഴിയിൽ ചാടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ചിരട്ട എടുക്കുക, ചിരട്ട എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രനാവുക എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവചരിത്രം പഠിച്ചു, ആത്മകഥകൾ പരിചയപ്പെട്ടു, നമ്മൾ എന്ത് പഠിച്ചു? ശൈലികളും കൂടെ പരിചയപ്പെട്ടു. അപ്പൊ ഇനി എന്തൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടത്? ഏതൊക്കെ ഭാഗം അല്ലെ, ഗ്രാമറിൽ ഏതെങ്കിലും ഭാഗം ഇനി മനസ്സിലാവാതെയുണ്ടോ? ഏതെങ്കിലും ഇനി ടീച്ചർമാരും മക്കൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളുടെ ബാച്ചിന്റെ കാര്യമൊക്കെ ഫ്രണ്ട്സിനെ അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? വീണ്ടും കാണാം. ബൈ ബൈ. നന്നായി പഠിക്കണം കേട്ടോ.